ശബരിമല പടിപൂജ ബുക്കിങ്ങിൽ ക്രമക്കേടുണ്ടെന്ന് ചീഫ് വിജിലൻസ് ഓഫീസർ ഹൈക്കോടതി റിപ്പോർട്ട് ചെയ്തു. മനസ്സിലാകുന്നത് അടുത്ത 20 വർഷത്തേക്ക് ശബരിമല പടിപൂജ ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു മാസം 4 പടിപൂജയാണ് നടത്തുന്നതെന്നാണ് അറിയുന്നത്. ഒരു വർഷത്തിൽ അങ്ങനെയാണെങ്കിൽ 48 പടിപൂജയ്ക്ക് സ്കോപ്പുള്ളൂ. അങ്ങനെ 20 വർഷത്തെ പടിപൂജ ബുക്കിംഗ് ആയി എന്നാണ് കാണുന്നതെന്ന് ചീഫ് വിജിലൻസ് ഓഫീസർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ചെയ്തു. ഹൈക്കോടതി അത് സീൽ വെച്ച കവറിൽ ആ രജിസ്റ്റർ മുഴുവൻ ഹാജരാക്കാൻ പറഞ്ഞു കഴിഞ്ഞു. അവർക്ക് നോട്ടീസ് അയക്കാൻ പറഞ്ഞു. പക്ഷേ ചില നോട്ടീസിൽ ആളില്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. അത് ബോഗസായി കള്ളമായിട്ട് ബുക്ക് ചെയ്ത അഡ്രസ്സാണ് എന്ന് കരുതുന്നു. ഏതായാലും ചീഫ് വിജിലൻസ് ഓഫീസർ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി നടപടി എടുക്കുന്നുണ്ട്. പടിപൂജയ്ക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് കെട്ടിവെക്കേണ്ടതെന്നും ആ പണമെല്ലാം എങ്ങോട്ട് പോയി എന്നുള്ളതാണ്. 20 വർഷത്തെ പടിപൂജ ബുക്ക് എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് വന്നിട്ടുണ്ടാവണം. ഈ പണമെല്ലാം എങ്ങോട്ട് പോയി? ഹൈക്കോടതി അത് കൃത്യമായിട്ട് ആ പടിപൂജയുടെ ലിസ്റ്റ് അത് സീൽ വെച്ച കവറിൽ ഹാജരാക്കാൻ അവിടുത്തെ ചീഫ് ബിസിനസ് ഓഫീസറോട് പറഞ്ഞു. അത് ഹാജരാക്കിയിട്ടുണ്ട് എന്ന് കരുതുന്നു. ആ 20 വർഷം ബുക്ക് ചെയ്തവർക്ക് എല്ലാവർക്കും നോട്ടീസ് അയച്ചാൽ അതിനകത്ത് ബോഗസായിട്ട് എത്ര പേർക്ക് കള്ള അഡ്രസ്സിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ ഒരു തട്ടിപ്പിൻ്റെ മേഖലയാണ്. അത് കൃത്യമായിട്ട് ഏതായാലും ചീഫ് ബിസിനസ് ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതി ആ തട്ടിപ്പ് ഹൈക്കോടതിക്ക് മനസ്സിലായി എങ്ങനെയാണ് ഇത് നടത്തുന്നതെന്ന്. വളരെ ഭീകരമായൊരു അന്തരീക്ഷം തന്നെയാണ് ശബരിമലയിലെ. പണം തട്ടിയെടുക്കുന്ന ഏതൊക്കെ വകുപ്പിലാണ്, എന്തൊക്കെ മേഖലയിലാണ്, ഏതൊക്കെ വിധത്തിലാണ്, അതൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ഉന്നതി നിൽക്കുന്നവരാണ് ചെയ്യുന്നതെന്ന് കാണുമ്പോഴാണ് സത്യവും നീതിയും ഒന്നും രാഷ്ട്രീയക്കാർക്കൊന്നുമില്ല. പണം ഉണ്ടാക്കാനും അവരുടെ സ്വന്തമായ പള്ള വീർപ്പിക്കാനുള്ള ഒരു ദ്വര മാത്രമേ അവർക്കുള്ളൂ. അല്ലാതെ സമൂഹത്തിനോട് യാതൊരു കടപ്പാടോ അല്ലെങ്കിൽ ഈ ക്ഷേത്രങ്ങളോടോ അല്ലെങ്കിൽ ആരാധനാലയങ്ങളോട് യാതൊരു കടപ്പാടോ ഇല്ല. അതിൻ്റെയൊക്കെ തലപ്പത്ത് അവിടെ ദൈവവിശ്വാസി അല്ലാത്ത ഇവരെല്ലാം വന്നു കയറിയിരുന്ന് അവിടുന്ന് പണം മോഷ്ടിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അവിടുത്തെ സ്വത്തുവകകളെല്ലാം അടിച്ചു മാറ്റുന്നതാണ് കാണുന്നത്. എന്നിട്ട് കിടന്ന് അവിടെ വീമ്പിളക്കുന്നതും അതുപോലെ തന്നെ ആ കേസിൽ നിന്ന് രാഷ്ട്രീയപരമായി ആ കേസിൽ നിന്ന് ഒഴിവാകാനുള്ള ശ്രമം നടത്തുന്നതൊക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. ശബരിമലയിലെ അവിടെ നിന്നും ആ കൊടിമരത്തിലെ ജുവലറി അവിടെ കൊടുത്ത പലരും അവിടെ സ്വർണ്ണ സംഭാവന ചെയ്തിട്ടുണ്ടെന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ആ കൂടെ കൊടിമരത്തിനെ മലയാള സിനിമയിലെ നടന്മാരുമൊക്കെ അവർ സംഭാവന ചെയ്തിട്ടുണ്ട് സ്വർണം. അതുപോലെ അങ്ങനെ സംഭാവന ചെയ്തതിൽ മോഹൻലാൽ ഒരു 2 പവൻ ജുവലറിയിൽ നിന്ന് വാങ്ങിച്ച് മറ്റൊരാൾ മുഖേന കൊടുത്തയച്ചു. മോഹൻലാൽ അത് വാങ്ങിച്ചു കൊടുത്തയക്കാൻ കാരണം സുരേഷ് ഗോപി പറഞ്ഞതുകൊണ്ടാണ്. അതേ സമയത്ത് സുരേഷ് ഗോപിയും സ്വർണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. എത്ര പവനെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ ദിലീപും ശബരിമലയ്ക്ക് സ്വർണം കൊടുത്തിട്ടുണ്ട്. SIT ദിലീപിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എറണാകുളത്ത് അദ്ദേഹത്തിൻ്റെ വസതി ചെന്ന് ദിലീപിലെ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ എത്ര പവൻ കൊടുത്തിട്ടുണ്ടെന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ മോഹൻലാൽ 2 പവൻ കൊടുത്തെന്നുള്ള വെളിയിലോട്ട് വന്നിട്ടുണ്ട്. 2 പവനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 ലക്ഷം രൂപയാണ് നമ്മൾ കരുതിക്കോണം. അതുപോലെ മോഹൻലാലിൻ്റെയും ദിലീപിൻ്റെയും മൊഴി SIT രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇതുപോലുള്ള സംഭാവനകൾ കൊടുത്തവരെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മളൊക്കെ തുടക്കം മുതലേ പറഞ്ഞിട്ടുണ്ട്. ശബരിമലയിൽ നമ്മൾ സ്വർണ്ണക്കൊള്ള നടത്തിയത് അവിടുത്തെ ധാരവാല ശില്പത്തിലും കട്ടിലപ്പടിയിലും ഒക്കെ ഉള്ളതാണോ നമ്മൾ കരുതുന്നത്? അല്ലാത്ത രീതിയിൽ അതിൻ്റെ 10-100 ഇരട്ടി കൊള്ള മറ്റു മാർഗ്ഗങ്ങളിൽ നടക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ ഈ കൊടിമരത്തിൻ്റെ പ്രശ്നം വന്ന ശേഷവും അതുപോലെ തന്നെ ഈ ശബരിമലയിലെ നടപൂജ ബുക്കിങ്ങിൻ്റെ കാര്യത്തിലുമൊക്കെ ഏതൊക്കെ വിധത്തിലാണ് അഴിമതി നടക്കുന്നത്, പണം ഉണ്ടാക്കുന്നത് എന്ന് ഇപ്പം നമുക്കത് മനസ്സിലാകുന്നുണ്ട്. ഏതായാലും ഹൈക്കോടതിയുടെ ഇടപെടലോടുകൂടി ആണ് ഈ കൊള്ളത്തരങ്ങളും ഈ കള്ളത്തരങ്ങളും അതുപോലെ ഈ സ്വർണ്ണവേട്ടയൊക്കെ വെളിയിലായത്. അതുകൊണ്ട് ഹൈക്കോടതിയോട് കേരളത്തിലുള്ള ജനങ്ങൾക്ക് കടപ്പാടുണ്ട്. കാരണം ഹൈക്കോടതി അത് കണ്ടെത്തി അതിന് ശക്തമായ നടപടി എടുത്തുകൊണ്ടാണ് ഇതുപോലെയുള്ള കള്ളന്മാരെയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാനും അവരുടെ ആ മുഖം നമുക്ക് കാണാനും അതുപോലെ തന്നെ കേസിൽ പ്രതിയായി ജയിലിൽ കിടക്കേണ്ടി വരുന്നവരുടെ ഗതികേടും അതും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഉന്നത പൊസിഷനിൽ ഇരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ആരായാലും ശരി, ദയവായി കള്ളം പറയരുത്, കാര്യങ്ങൾ വളച്ചൊടിക്കരുത്. നിങ്ങൾ സത്യസന്ധമായിട്ട് ജോലി ചെയ്യണം. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പണം ഉണ്ടാക്കാനുള്ളൊരു വഴിത്താരയാണ് എന്ന് തന്നെയാണ് വരുന്നത്.
ശബരിമലയിൽ അത് തന്നെയല്ലേ നടക്കുന്നത്. ശബരിമലയിലെ ഒരു പ്രസിഡന്റ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകാൻ എന്തുമാത്രം രാഷ്ട്രീയമായ സമ്മർദ്ദങ്ങളാണ് ആ പാർട്ടിയിൽ ഉണ്ടാക്കുന്നത്. അവിടെ കയറിയിരുന്നാലേ ഒരു 2-3 ജന്മത്തിനുള്ള പണം വന്നു ചേരും എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെയാണ്. അല്ലാതെ ശബരിമല ദേവനെ വന്ദിക്കാനോ സ്തുതിക്കാനോ അതിൽ വിശ്വാസം ഉള്ളവരാരുമല്ല ഇവന്മാർ. ഇവരെല്ലാവരും കള്ളന്മാർ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.